എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ വറുത്തരച്ചിട്ടുള്ള ഗ്രീൻ പീസ് കറി. അപ്പോൾ വറുത്തരച്ച കടലക്കറി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പീസിന്റെ കറി ഞാൻ അധികം പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ വറുത്തരച്ച് ഗ്രീൻ പീസ് വെച്ചപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ജാൻചേട്ടൻ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പൊ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ടുണ്ടാക്കിയ ചില്ലി ചപ്പാത്തി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഇനിയും കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാറില്ലേ ചേച്ചിയായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഞാൻ 2-3 പ്രാവശ്യം പല ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇപ്പോൾ ഒരു ചാലഞ്ച് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുക, അതിനുശേഷം ഫോട്ടോസ് അയച്ചു തരാം. ആ ഫോട്ടോസ് അയക്കുന്ന 5 പേര്, ആദ്യത്തെ 5 പേരെ ഞാൻ ഹാങ് ഔട്ടിൽ വിളിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്നോട് സംസാരിക്കാൻ അതിയായ ആഗ്രഹമുള്ളവർ മാത്രം പങ്കെടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഒട്ടും താമസിച്ചില്ല, നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള വറുത്തരച്ച ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് രുചികരമായിട്ടുള്ള ഗ്രീൻ പീസ് വറുത്തരച്ച കറി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആണിത്. എനിക്ക് ഇവിടെ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഗ്രീൻ പീസ് ഉണ്ട്. നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ശരിക്കും മനസ്സിലാവും അത്. അപ്പൊ ഞാൻ ഒരു വിസിലടിച്ചുള്ളൂ. ഒരു വിസിലടിച്ച് അപ്പൊ തന്നെ വെള്ളത്തിന്റെ താഴെ വെച്ച് തുറന്നു. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് നന്നായി കുക്കായി പോയി, പക്ഷെ കുറച്ച് ഗ്രീൻ പീസ് പ്രോപ്പർ ആയിട്ട് കുക്കായി കിടപ്പുണ്ട്. അപ്പൊ 2 തരം ഗ്രീൻ പീസ് ഉള്ളപ്പോൾ അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ചില ഗ്രീൻ പീസ് ആണെങ്കിൽ 3-4 വിസിലായാലും വേവില്ല, ചിലത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഗ്രീൻ പീസ് എങ്ങനെയാണ് അനുസരിച്ച് വേണം കുക്കിംഗ് ടൈം തീരുമാനിക്കാൻ. അപ്പോൾ നമുക്കിനി കറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സോസ് പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ആ തേങ്ങയുടെ കൂട്ടത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 5 അല്ലി ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത്, 4 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ പീസ് ആയതുകൊണ്ട് കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. സാധാരണ കടലക്കറിയിൽ ഞാൻ വളരെ കുറച്ച് ഇടാറുള്ളൂ. ഗ്രീൻ പീസിന്റെ ഒരു സ്മെല്ലില്ലേ, അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ അളവൊക്കെ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഗോൾഡ് കളർ വരുന്ന വരെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോൾഡ് കളർ ആയതിനു ശേഷമാണ് നമ്മൾ ഇതിലോട്ടുള്ള പൊടികളെല്ലാം ചേർക്കുന്നത്. അപ്പം അതുവരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. തീ കുറയ്ക്കണം. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നന്നായിട്ടൊന്ന് വഴറ്റണം. അതിന്റെ പച്ചമണം മാറണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കുത്തുമണം മുന്നോട്ട് നിൽക്കും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള പൊടികൾ ചേർത്താൽ മതി. ഇനി നമുക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസ് ലെവലൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് കറി ആയതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികൾ ചെറിയ തീയിൽ 2-3 മിനിറ്റ് വഴറ്റണം കേട്ടോ, എന്നാൽ മാത്രമേ പച്ചമണം മാറുള്ളേ. അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ അളവ് നമുക്ക് പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ അവസാനം ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഒരുപാട് ഇടണ്ട. അതുകൊണ്ട് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. ചൂടോടുകൂടി അരക്കരുത്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് കേട്ടോ. ഞാനൊരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായ സമയത്ത് നമുക്കതിലേക്ക് 1.5 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 ചെറിയ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കാൻ പാടില്ല. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ തുറന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റോളം ഇത് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം
ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് രണ്ടും അരച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് തേങ്ങയുടെ കൂട്ടും അതുപോലെ തന്നെ സവാളയും തക്കാളിയും കൂടിയുള്ള കൂട്ടും ഒരുമിച്ച് അരച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കടായിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളുടെക്ക് കടുക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ എണ്ണ ചൂടായതിന് ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ കൂട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല, അതിന് പകരമായിട്ട് അവസാനം ചെറിയുള്ളി കാഴ്ച ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമ്മുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസ് കുക്ക് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഈ മസാലയിൽ കിടന്നിട്ട് ഗ്രീൻ പീസ് നന്നായിട്ട് യോജിക്കണം. ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ വെള്ളം ഇപ്പോൾ കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇനി പക്ഷേ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, ഇട്ട് കൊടുക്കാം. ഇപ്പം ഒരു തണ്ട് കറിവേപ്പില വെറുതെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒഴിക്കുമ്പോൾ ഉള്ളി ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കറിവേപ്പില നമുക്ക് ഇടണം. നന്നായി തിളക്കട്ടെ കേട്ടോ, കുറച്ച് നേരം കിടന്നിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ പച്ചമണക്കം ഒന്ന് നന്നായിട്ട് മാറുള്ളൂ. ഈവൻ നമ്മൾ വറുത്തരച്ച തേങ്ങയാണെങ്കിൽ പോലും ഒന്നും കൂടെ നന്നായിട്ട് റെഡിയാവാനുണ്ട്. ഞാൻ നമ്മുടെ കറിയിൽ 15 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റിലോട്ട് വന്നേക്കുന്നത്. ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് പാൻ എടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങക്കൊത്ത് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇല്ലാത്തവർക്കും ഒഴിവാക്കാം. ഞാൻ എൻ്റെ അടുത്തുള്ള കാരണം വളരെ നൈസാക്കി ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഗോൾഡ് കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിടുമ്പോഴാണ് ആ ഒരു ഓത്തന്റിക് ടേസ്റ്റ് വരിക. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങക്കൊത്ത് മാത്രം അതിലോട്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 5 ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞതാണ്. അതും ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഗോൾഡ് കളർ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് സ്ലാൻഡിങ് ആയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കേട്ടോ, ഓൺ ചെയ്തിട്ട് ഇടാൻ ചെയ്യാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കറിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ലിക്വിഡായിരുന്നാൽ മാത്രം, ലൂസായിരുന്നാൽ മാത്രമാണ് ചൂടാറുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി വരുള്ളൂ. ആദ്യമേ തന്നെ തിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ കട്ട പിടിക്കും. നമുക്കിനി കുറച്ച് നേരം അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വാസനയുണ്ട് ഇവിടെ. ഞാനിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ യോ ചേച്ചി ഒരു കാര്യം മറന്നുപോയല്ലോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല മക്കളെ, ഡോണ്ട് വറി. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഓപ്ഷനിലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കാം. അതിടുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഫീൽ വരുള്ളൂ എനിക്കൊക്കെ കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുട്ടപ്പനായിരിപ്പുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൺസിസ്റ്റൻസി കണ്ട, ഇതാണ് ആ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിക്കായിട്ട് മാറും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കറി കഴിക്കാൻ. അപ്പോൾ ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകിയത് വീഡിയോ എടുക്കണ കാരണം വെച്ചിട്ട് ലേറ്റായി. അപ്പം പുട്ടിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് പുട്ടും നമ്മുടെ സ്വന്തം വറുത്തരച്ച ഗ്രീൻ പീസ് കറിയും എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. കുട്ടി കഴിച്ച്, ചിലർക്ക് പപ്പടം ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ ഇതിൻ്റെ കൂടെ പപ്പടമൊന്നും വലിയ താല്പര്യമില്ല. സൂപ്പറായിട്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എരിവും അതേപോലെ തന്നെ ഉപ്പും എല്ലാം പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.